നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു. കർത്താവേ, നിങ്ങളുടെ യാത്രകൾ, ഇന്നത്തെ ജോലികൾ, ഇന്നത്തെ സംരംഭങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത്, ആ വിഷയത്തിനുമ്പോൾ ദൈവിക തീരുമാനം ഉണ്ടാകുക. നിൻ്റെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ അതിൽ പ്രവർത്തിക്കട്ടെ. ദൈവമേ, സാമ്പത്തികം വരയുന്നവരുണ്ട് ഈശോയെ. സാമ്പത്തിക ഭാരങ്ങൾ കൊണ്ട് കർത്താവേ, ഒത്തിരി ഒന്നല്ല പലതരത്തിലുള്ള ആശങ്കകൾ കൊണ്ട് മനസ്സ് മടുത്തവരുണ്ട് ഈശോയെ. കർത്താവ് അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥി. പുതിയ വഴികൾ കാണിക്കണേ ഈശോയെ. മക്കൾ വഴിപിഴച്ച് പോയതിൽ സങ്കടപ്പെട്ട് കുടുംബം ജീർണിച്ചിരിക്കുന്നവരുണ്ട് ഈശോയെ. ജീർണിച്ച കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി ഇറങ്ങിപ്പോയാൽ മതി അച്ഛാ, പുറത്തൊന്നും കുഴപ്പമില്ല അച്ഛാ, എന്ത് സന്തോഷമാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് എല്ലാ പിശാചും ഒരുമിച്ച് കയറും എന്നെ പോലെ. എനിക്ക് വീട്ടിൽ കയറാൻ പോലും തോന്നണില്ലെന്ന് പറയും സങ്കടപ്പെട്ട് നിലവിളിക്കുന്നവരുണ്ട്. കർത്താവേ, നീ അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് ഈശോയെ. എല്ലാം ഒക്കെ ഉണ്ട് ഈശോയെ, പക്ഷെ സമാധാനമില്ല, സന്ധിപ്പുമില്ല. സങ്കടം കൊണ്ട് വിഷമം നിറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട് ഈശോയെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിൻ്റെ യാത്രയെ ആശീർവദിക്കുന്നു. നിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് വരാൻ നേരത്തെ കർത്താവ് നിൻ്റെ ആശങ്കകൾ കർത്താവെ ദൂരീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ റിസൾട്ട് പ്രതിഫലിപ്പിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവ്, നിത്യരോഗികൾ, നിത്യകിടപ്പുകാർ, ജീവിതത്തിൽ നിരാശയോടെ കാണുന്നവർ, കർത്താവ് ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നവരുണ്ട്, കർത്താവ് രോഗികളെ ശുശ്രൂഷിക്കുന്നവരുണ്ട്. അത് കാരണം ഒരിടത്തും പോകാൻ പറ്റണില്ലല്ലോ, തങ്ങളുടെ ജീവിതം തളച്ചിട്ട് പോയല്ലോ, ജീവിതം തീർന്നല്ലോ, അവർക്ക് ജീവിതമുണ്ട്, ഇവർക്ക് ജീവിതമുണ്ട്, എനിക്ക് മാത്രമില്ലെന്ന് ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവെ, അവരെ നീ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. അവരുടെ കാലിൽ നടന്നാൽ കർത്താവെ അവരെ കയറി വരത്തില്ല, അവർ നീ എടുത്തുകൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ മക്കളില്ലാത്തവരും, വിവാഹം ഒത്തുവരാത്തവരും, ജീവിത പങ്കാളിയെ കിട്ടാത്തവരുണ്ട് ഈശോയെ. 10-40 വയസ്സ് 35 വർഷം കഴിഞ്ഞാലും ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തവർ, അത് ഭയങ്കര ദാരുണമായ ഒരു അവസ്ഥ, ദുരന്തമായിട്ട് സമൂഹത്തിൽ തുടരുകയാണ് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്തവർക്ക് ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തെ അവരെ മാധ്യസ്ഥ അവരെ ഈശോ നാമത്തെ പ്രാർത്ഥിക്കും.